അദാനി വിഷയത്തിൽ CPI നേതാക്കൾ രണ്ട് തട്ടിലാണ്. ഒരു വിഭാഗം പറയുന്നത് ഈ അഴിമതി ആരോപണങ്ങളുണ്ടെങ്കിൽ അത് അവർ തന്നെ തെളിയിക്കട്ടെ എന്ന് ഒരു വിഭാഗം നേതാക്കൾ, മറ്റു ചിലർ ഇതുമായി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്താണ് ഈ നേതാക്കൾക്ക് ഇടയിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം? ഈ വിഴിഞ്ഞം പ്രശ്നത്തിൽ CPM-നകത്ത് രണ്ടഭിപ്രായത്തിൻ്റെ പ്രശ്നമില്ല. CPM-നകത്ത് ഏകണ്ഠമായ അഭിപ്രായമാണ് വിഴിഞ്ഞം പ്രശ്നത്തിലുള്ളത്. വിഴിഞ്ഞം ഈ കേരളത്തിൻ്റെ പുരോഗതിക്ക് നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് പൊതുമേഖലയുടെ പൊതു നിയന്ത്രണത്തിനകത്ത് നിലനിർത്തണം എന്നുള്ളതാണ്. അതിന് വ്യത്യസ്തമായ ചില സമീപനങ്ങൾ ഗവൺമെൻറ് വന്നപ്പോൾ ആ ഗവൺമെൻറ് നിലപാടിനെയാണ് CPM വിമർശിച്ചിരിക്കുന്നത്. അതിൽ രണ്ടഭിപ്രായമില്ല, ഒരേ അഭിപ്രായം തന്നെയാണ് ഈ കാര്യത്തിൽ കാര്യങ്ങൾ പറയുന്നത്. ഒരു വാചകത്തിന് അങ്ങനെ അല്ല, എനിക്കറിയില്ല. ഞാൻ CPM-ന്റെ നിലപാടാണ് പറഞ്ഞത്. CPM-ന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. CPM-ന്റെ നിലപാടിൽ CPM-നകത്ത് ഭിന്നതയില്ല. ഇവരെല്ലാം ചേർന്ന കമ്മിറ്റികളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ 49% ഷെയർ അദാനിയുടേതാണ്. അതാണ് MSI കമ്പനിക്ക് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം നടക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു കമ്പനിക്കും ഷെയർ കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല, ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. ആ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ചില നീക്കങ്ങൾ നടന്ന സമയത്ത് അതിനെ എതിർക്കുക, അത് ജനങ്ങളിടയിൽ തുറന്നു കാണിക്കുക എന്നുള്ള നിലപാടാണ് CPM ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ആ നിലപാടിൽ അഭിപ്രായ ഭിന്നതയില്ല. അല്ല, അതല്ല, അവർക്ക് കൊടുക്കരുത് എന്നുള്ളതല്ല, ഗവൺമെന്റിന് അനുവാദമില്ലാതെ കൊടുക്കാൻ പാടില്ല എന്നാണ്. ഇല്ലല്ല, പ്രശ്നം അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകണ്ട. അതിനാണ് ഇതിലില്ല. ഇല്ലല്ല, EPയെ തള്ളുന്ന പ്രശ്നമൊന്നുമില്ല. EPയെ തള്ളുന്ന പ്രശ്നമൊന്നുമില്ല. EP എന്താ പറഞ്ഞെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. EPയെ തള്ളി പറഞ്ഞില്ല. ഇത് എല്ലാ കാര്യങ്ങളിലും ഈ കാര്യത്തിൽ CPM-ന് ഒരു നിലപാടേ ഉള്ളൂ. അതിലെങ്കിൽ ഉറച്ചു വെച്ചത്.